ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ. അതായത് നമ്മൾ ഒന്നീ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ചെറിയ ചെറിയ പ്രസന്റേഷനുകൾ, ഡിസ്പ്ലേകൾ, ഒന്നീ ഫോട്ടോകൾ കൊണ്ടുള്ള ഡിസ്പ്ലേകൾ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരു സെമിനാർ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിന്റെ ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡിസ്പ്ലേ ആയിട്ട് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളത് അവരവർക്ക് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇന്ന് എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് അതുപോലത്തെ കാര്യങ്ങൾക്ക് ലഭ്യമാണ്. എന്നാലും നമ്മുടെ എല്ലാ വിൻഡോസ് വേർഷനുകളിലും എല്ലാ കമ്പ്യൂട്ടറുകളിലും നോർമലായിട്ടുള്ള നമ്മുടെ പവർ പോയിന്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ പവർ പോയിന്റിന്റെ ഒരു പേജ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് പേജ്, അതായത് നമ്മുടെ ഒരു ന്യൂ പേജ് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. അതിനുശേഷം നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ ലേഔട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പുതിയ സ്ലൈഡുകൾ, അതായത് ഓരോ സ്ലൈഡ് നമ്മൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരെണ്ണം സെലക്ട് ചെയ്യുക. അകത്ത് നമുക്ക് ഉള്ള നമ്മുടെ ലേഔട്ടിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ടൈപ്സ് ഓഫ് ഫുഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഹെഡിങ് ആയിട്ട്, സബ് ഹെഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കളർ, ടേസ്റ്റ് ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഫുഡ് എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ലേഔട്ടിന് എന്ത് ഡിസൈൻ കൊടുക്കണം, നമ്മുടെ ആ സ്ലൈഡിന് എന്ത് ഡിസൈൻ കൊടുക്കണം, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡിലും അതേ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പൊ സെക്കൻഡ് സ്ലൈഡിലേക്ക് ക്ലിക്ക് ചെയ്തു. അതിനകത്ത് വെജിറ്റബിൾ ടൈപ്പുള്ള ഫുഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് അതിനകത്ത് വീഡിയോ, ഓഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ആണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ സൈഡിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് അല്ല, നമുക്ക് അതിനകത്ത് ഒരു പിക്ചർ ആഡ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിങ്കിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് വീഡിയോ എടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ലേഔട്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു മാറ്റർ അങ്ങ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ബുള്ളറ്റ്സ് ആൻഡ് മാർക്കിങ്ങോടുകൂടി നമുക്ക് അടുത്ത ടെക്സ്റ്റ് കിട്ടും. ഇനി സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് കർസർ സെപ്പറേറ്റ് വന്നേ കണ്ടോ, നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കർസർ. വീണ്ടും അടുത്ത ലൈനിൽ നമുക്ക് മാറി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് നമുക്ക് മാറ്റി ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി. നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മളൊരു ക്യാപ്ഷൻ അവിടെ, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിൻ്റെ കൂടെ അല്ലാതെ സെപ്പറേറ്റ് ഒരു ക്യാപ്ഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നു. അതിന് നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്കിനിയും ഇതിനകത്തൊരു പിക്ചർ ആഡ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇനി പിക്ചർ എടുക്കാനുള്ള ലിങ്ക് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. അതായത് നമുക്ക് ഇതിന്റെ ലേഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ എടുക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കൊരു ക്യാപ്ഷനായിട്ട് ഞാനൊരു ക്യാപ്ഷൻ അങ്ങ് ടൈപ്പ് ചെയ്തോട്ടെ. ഓക്കെ, നമുക്കിനി പിക്ചർസ് എടുക്കാൻ ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലേഔട്ട് ഓപ്ഷനിൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ലിങ്ക് എടുത്തു. ഇതിൽ നമുക്ക് പിക്ചറിന്റെ പല ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ബ്രൗസ് ചെയ്തെടുക്കാം, നെറ്റിൽ നിന്ന് എടുക്കാം, ഗ്രാഫ് ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ട്, അങ്ങനെ പല വീഡിയോകൾ എടുക്കാം, എല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ ചെയ്യും. ഇപ്പൊ ഞാൻ നെറ്റിൽ നിന്ന് ഡയറക്റ്റ് ആണ് എടുക്കുന്നത്. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നെറ്റിൽ നിന്ന് ഡയറക്റ്റ് വെജിറ്റബിൾസിന്റെ ഒരു പിക്ചർ എടുക്കുകയാണ്. നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നെറ്റ് ഓൺ ആണെങ്കിൽ നേരിട്ട് തന്നെ കിട്ടും. ഈ പിക്ചർ എടുത്തു. ഇനി അത് റീസൈസ് ചെയ്യുകയോ സ്കെയിൽ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നമുക്കിത് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പൊസിഷൻ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. നമുക്ക് അതിന്റെ ഹെഡിങ് ഇച്ചിരി മുകളിലേക്ക് മാറ്റണം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റിന്റെ സൈസ്, കളറ്, അതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഓപ്ഷൻ എല്ലാം മുകളിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഏത് കളർ വേണം, ബോൾഡ് വേണോ, ഇറ്റാലിക്സ് വേണോ, അണ്ടർലൈൻ വേണോ, അതെല്ലാം സെലക്ട് ചെയ്യുക. അത് ഫൈനലാക്കിയതിനു ശേഷം ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ലേഔട്ടിനകത്തേക്ക് നമ്മൾ ആദ്യം അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. പുതിയ ലേഔട്ട് എടുത്തു. അതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടത്, ആദ്യം തന്നെ പിക്ചർ ആഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഗ്രെയിൻസിന്റെ ഒരു പിക്ചർ എടുക്കാം. നമുക്ക് ഇതെടുക്കാം. ഓക്കെ, അടുത്ത സ്ലൈഡിൽ മുളപ്പിച്ച പയറിന്റെ ടെക്സ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ആ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു മുളപ്പിച്ച് നമ്മുടെ പച്ചപ്പയർ മുളപ്പിച്ചത്, അതെ, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിന്റെ പൊസിഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. നമുക്ക് വളരെ ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ്. അപ്പം നിങ്ങളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്ത് പോയിട്ട് മറ്റ് കമ്പ്യൂട്ടർ സെന്ററുകളിലും ഒക്കെ പോയിട്ട് മറ്റുള്ളവർക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഒരു സ്ലൈഡ് ഷോകളും സ്കൂളിലേക്കും മറ്റും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ സ്വീറ്റ്സ് നമ്മൾ അതിനൊരു കളർ അണ്ടർലൈൻ കൊടുത്തു, സെന്റർ അലൈൻമെന്റ്. അതിനുശേഷം നമുക്ക് കളർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ് ഹെഡിലോട്ട് പോവാം. ഇത് മുമ്പിലത്തേന് ഞാൻ അണ്ടർലൈൻ കൊടുക്കാൻ മറന്നുപോയി, അത് കൊടുക്കാൻ വന്നതാ. സ്വീറ്റ്സ്, ഒരു നല്ല സ്വീറ്റിന്റെ പിക്ചർ എടുക്കാം. നെറ്റിൽ നിന്ന് തന്നെ ഞാൻ ഡയറക്റ്റ് എടുക്കുകയാണ്. ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. വളരെ ഈ സ്വീറ്റ്സ് ഇത് എന്തുവാ ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നുള്ളതല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പവർ പോയിന്റിൽ ഒരു സ്ലൈഡ് ഷോ സെറ്റ് ചെയ്യാൻ എല്ലാവരും പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ പിക്ചർ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നമ്മൾ ലേ ഔട്ട് ചേഞ്ച് ചെയ്തിട്ട് പിക്ചറിനുള്ള വിൻഡോ എടുത്തു. നമുക്ക് ആ കേക്കിൻ്റെ ഇത് എടുക്കാം. പേസ്ട്രി നല്ലതുണ്ട്. ഓക്കെ, നമ്മുടെ അതൊന്ന് പൊസിഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇത് സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. നമ്മുടെ ടെക്സ്റ്റ് മുകളിലേക്ക് എടുത്ത് വയ്ക്കാം. ഹെഡിങ് ഇച്ചിരി കൂടെ നമുക്ക് അതെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ നല്ലപോലെ നമ്മൾ പേജ് അലൈൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എന്തെങ്കിലും ടെക്സ്റ്റ് റീഅറേഞ്ച് ചെയ്യുകയോ പിക്ചർ സ്കെയിൽ ചെയ്യുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. അതിനുശേഷം അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സ്ലൈഡ് സെറ്റ് ചെയ്തു. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അതിനകത്ത് നമുക്ക് നോൺ വെജിനെ പറ്റിയിട്ട് ഈ ഒരു പേജ് സെറ്റ് ചെയ്തെടുക്കാം. നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, നോൺ വെജ് എന്ന് ഹെഡിങ് കൊടുത്തു, സൈസ് അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോയി ഇല്ല ഒരു നോൺ വെജിന്റെ പിക്ചർ ആദ്യം എടുക്കാം. ഓക്കെ, ഈ പേജിൽ പിക്ചർ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലേ ഔട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇത് പുതിയൊരു ലേ ഔട്ട് എടുത്തു. ഇതിന് ഹെഡിങ് മുകളിൽ കൊണ്ടുവന്നത് ഭംഗിയും തോന്നുന്നു. ഹെഡിങ് നമുക്ക് ഇച്ചിരി മുകളിലേക്ക് കൊണ്ടുപോകാം. ഹെഡിങ് പിക്ചർ ഹെഡിങ് നമുക്ക് മുകളിലോട്ട് വെച്ചിട്ട് പിക്ചർ സ്വല്പം താഴേക്ക് ഇറക്കി വെക്കാം. ഇച്ചിരി കൂടെ മുകളിലേക്ക് വയ്ക്കാം. അതെ, നമുക്കിതാവുമ്പോൾ ഇതിന്റെ താഴെ ഇനിയും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. പുതിയൊരു ലേ ഔട്ട് നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന അതേ പൊസിഷനിൽ തന്നെ നമുക്ക് പിക്ചർ അറേഞ്ച് ചെയ്യാം. കൂടാതെ ഇതിനകത്ത് ഇപ്പം മുകളിലായിരുന്നു പിക്ചർ വരുന്നത്, ഞാനത് റീഅറേഞ്ച് ചെയ്ത് ഹെഡിങ് മുകളിലും പിക്ചർ താഴെയുമായിട്ട് മാറ്റി. അതിന് താഴെ നോൺ വെജിനെ പറ്റി ഒരു ക്യാപ്ഷൻ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക താഴെ. നമുക്ക് ഇനിയും കൂടുതലായിട്ട് ഇതിന് താഴോട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്ലൈഡ് ആഡ് ചെയ്യാം. ഇതിനകത്ത് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും നമുക്കിപ്പോൾ നമ്മൾ ഹോമിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയും വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മെനുവിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഡിസൈൻ, ട്രാൻസിഷൻ, ആനിമേഷൻ, ഇൻസേർട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, സ്ലൈഡ് ഷോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി പുതിയ ഒരു സ്ലൈഡ് വേണമെങ്കിൽ ഇതിനകത്ത് എടുക്കാം. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ അറേഞ്ച് ചെയ്യുക. ആദ്യം കളർ ചേഞ്ച് ചെയ്തു. അതിന്റെ പൊസിഷനും ഒന്ന് നമുക്ക് സൈസും ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തൊന്ന് ഫൈനലാക്കിയിട്ട് നമുക്കൊരു ന്യൂ സ്ലൈഡ് കൂടെ ആഡ് ചെയ്യാം. ഒരു പവർ പ്രസന്റേഷൻ കൊടുക്കുന്ന ഉടനെ ഏത് പവർ പോയിന്റിലായാലും ഏത് സോഫ്റ്റ്വെയറിലായാലും നമുക്ക് കാണികൾക്ക് ഒരു നന്ദി പറയുക. അങ്ങനെ ഒരു ചെറിയൊരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ സ്ലൈഡ് തീർന്നു. നമ്മൾ പുതിയൊരു സ്ലൈഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സ്ലൈഡ് കൊടുക്കുക.
പുതിയൊരു സ്ലൈഡ് വന്നു. ഇത് മുമ്പിലത്തെ അതേ ഫോർമാറ്റിലുള്ള സ്ലൈഡാണ് വന്നേക്കുന്നത്. അതായത് ലേഔട്ട് അത് സെയിം ആണ് വന്നേക്കുന്നത്. ലാസ്റ്റ് ലേഔട്ടിനോട് നമുക്കത് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഓക്കെ എടുക്കാം. ഓക്കെ, 2 പിക്ചർ ആഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലേഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ജങ്ക് ഫുഡിനെ പറ്റിയിട്ട് നമുക്ക് ഈ പേജിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. ജങ്ക് ഫുഡ് ഇപ്പോൾ ഹെൽത്തിന് ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. സെൻട്രലൈസ് ചെയ്യുക. ജങ്ക് ഫുഡ് റെഡ് അലേർട്ട് ആയിക്കോട്ടെ, റെഡ് കളർ തന്നെ കൊടുത്തു. നമുക്കൊരു ക്യാപ്ഷൻ അതിനെ പറ്റിയിട്ട് എഴുതാം. ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് ഓരോ പേജ് സെറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് 5-6 പേജ് സെറ്റ് ചെയ്യേണ്ട ഉദ്ദേശം തന്നെ അതാണ്. ഓരോന്നിലും എങ്ങനെ നമുക്കൊരു എഫക്ട്സ് ആഡ് ചെയ്യാം, ഒരു ടെക്സ്റ്റിൽ എങ്ങനെ ഒരു ആനിമേഷൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പിക്ചറിൽ എങ്ങനെ ഒരു ട്രാൻസിഷൻ അതൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതൊന്ന് വിശദമായിട്ട് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, കളർ കൊടുത്തു, ഈ ഒരു സൈസിൽ ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഇത് ഡേഞ്ചറസ് ആണ്, പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്ന് തന്നെ ഒരു മെസ്സേജ് കൊടുക്കാം. ഓക്കെ, സ്റ്റേ ഹെൽത്തി. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ടെക്സ്റ്റിന്റെ കളറും പൊസിഷനും ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കൊരു പിക്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നെറ്റിൽ നിന്ന് തന്നെ ആകുമ്പോൾ ജങ്ക് ഫുഡിന്റെ ഒരു പിക്ചർ സെർച്ച് ചെയ്യുകയാണ്. ജങ്ക് ഫുഡ്, നമുക്ക് ഈ ഒരു പിക്ചർ എടുക്കാം അല്ലേ. ഓക്കെ, ഈ സൈഡിൽ ഇത് സെലക്ട് ചെയ്യുന്നു. അടുത്ത സൈഡിലേക്ക് നമുക്ക് വേറൊരു പിക്ചർ എടുക്കാം. വിശദമായിട്ട് ഇത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പിക്ചർ സെലക്ട് ചെയ്യുന്നത്, എല്ലാം കാണിച്ചു തരുന്നത്. നമുക്കതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് പതിയെ നമുക്ക് ഈ പൊസിഷൻ ഒന്ന് ലെഫ്റ്റിലോട്ട് മാറ്റാം. ഓക്കെ, മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കാണുമ്പം ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ പറയുന്നത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന്റെ എമൗണ്ടെങ്കിലും കുറയ്ക്കുക എന്നൊരു മെസ്സേജ് കൊടുക്കുക അല്ലേ. ടെക്സ്റ്റിന്റെ ലൈൻ വേണമെങ്കിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്കിനി വീണ്ടും അടുത്ത ഒരു സ്ലൈഡ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് പേജായിട്ട് നമുക്കിത് കാണുന്ന വ്യൂവേഴ്സിനൊരു മെസ്സേജ് കൊടുക്കാം. എൻ്റെ താങ്ക് യു ഫോർ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ് ആഡ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ, പിക്ചറിൻ്റെ സൈസൊക്കെ ഇത് മതി. നമ്മൾ അടുത്ത ഒരു സ്ലൈഡ് കൂടെ ആഡ് ചെയ്യുന്നു, ന്യൂ സ്ലൈഡ്. അത് എൻ്റെ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ലേഔട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് ഓക്കെ, ഇങ്ങനെ ദ എൻഡ്. നമ്മുടെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാക്കാനും അവർ ഇത്ര നേരം നമ്മുടെ ഈ ഷോ കണ്ടതിന് ഒരു നന്ദി അറിയിക്കാനും വേണ്ടി സെൻട്രലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, ഗുഡ്. അതാണ് നല്ലത്.
അതിൻ്റെ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറുകളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും ഇപ്പം ഒരു ടെക്സ്റ്റ് വെച്ച് പ്രസന്റേഷൻ നടത്താനും ഒക്കെ. പക്ഷെ സിമ്പിളായിട്ട് ബേസിക് കമ്പ്യൂട്ടർ അറിയുന്ന ഒരാൾക്ക് പോലും വേറൊരാളെ ആശ്രയിക്കാതെ നമുക്കൊരു പ്രസന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മൾട്ടിമീഡിയ പ്രസന്റേഷൻ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു സെമിനാർ അവതരിപ്പിക്കുന്ന സമയത്ത് അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതിന് നമുക്കൊരു ഇത് ചെയ്യാം. അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഇത് നമ്മൾ ചെയ്യാം. പിക്ചർ ഇൻസേർട്ട് ഈ ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ ആദ്യം നമ്മൾ ചെയ്തായിരുന്നു. നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഓരോ ഓപ്ഷനും ഈ പേജിനകത്ത് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരുന്നു. അത് നമ്മൾ അവിടെ നിന്ന് എടുത്തു. ഓക്കെ, അടുത്ത ഡിസൈൻ ഓപ്ഷൻ. ഡിസൈൻ നമ്മൾ ചെയ്താണ് ഈ പേജ് എടുത്തത്. അടുത്ത ട്രാൻസിഷൻ ഓപ്ഷൻ. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് തമ്മിൽ മിക്സ് ആവുന്നത് എങ്ങനെ ട്രാൻസിഷൻ ആവണം എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് ലേഔട്ട് ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ പ്രിവ്യൂ കാണാം. അപ്പോൾ പേജ് വൈൻഡപ്പ് ആയിട്ട് അടുത്ത പേജിലോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തന്നെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് അപ്ലൈ ആയിക്കോളും. കണ്ടോ, ഇതിൽ നല്ല ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഓരോ പേജിലും നമുക്ക് ഓരോ രീതിയിൽ വേണേൽ ട്രാൻസിഷൻ കൊടുക്കാം. അടുത്ത പേജിലോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിങ്ങനെ ഓരോ രീതിയിൽ ട്രാൻസിഷൻ ആഡ് ചെയ്യുകയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് മാറി മാറി എടുക്കാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ട്രാൻസിഷൻസ് ഇവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇരിക്കട്ടെ. ദ എൻഡ്. നമുക്കിത് കൂടാതെ ഇനി ടെക്സ്റ്റിനകത്ത് നമുക്ക് മൂവ്മെന്റ് വേണമെങ്കിൽ അതൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇതിനെക്കാട്ടി ഭംഗി മുമ്പിലത്തേതായിരുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പഴയത് തന്നെ എടുക്കുക അല്ലേ. ഇതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഓപ്ഷൻസ് ആണ്. ഞാനിത് കാണാൻ വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഇനി താഴോട്ടും ഉണ്ട്. ചെറിയ ചെറിയ സ്ക്വയർ പിക്സലായിട്ട് ഫ്ലിപ്പായിട്ട് പോകുന്ന ടൈപ്പ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഒരെണ്ണം അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആനിമേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇത് ട്രാൻസിഷൻ ഓപ്ഷനിൽ ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരു പേജ് മാറിപ്പോകേണ്ടത് എങ്ങനെയാണെന്ന്. ഇത് നമുക്ക് കൊടുക്കാം. അത് ആനിമേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. ആനിമേഷൻ നമുക്ക് ഒരു ടെക്സ്റ്റ് എങ്ങനെ അല്ലെങ്കിൽ ഒരു പിക്ചർ എങ്ങനെ ഡിസ്പ്ലേ ആവണം എന്നുള്ളതാണ്. നമുക്കത് റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു തരും. നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്തു. ആ ടെക്സ്റ്റ് എങ്ങനെ വിസിബിൾ ആവണം. അത് മറ്റേതൊരു പേജ് മാറുന്നതായിരുന്നു ട്രാൻസിഷൻ. ഇനി അതിനകത്തുള്ള സാധനങ്ങൾ എങ്ങനെ എഡിറ്റ് ആവണം എന്നുള്ളത്. നമുക്ക് അതിന് ആനിമേഷൻ ഒരെണ്ണം അപ്ലൈ ചെയ്താൽ ആനിമേഷൻ പാൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ പാനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ നമുക്ക് ടൈമിംഗ് എഡിറ്റ് ചെയ്യാം. ഇപ്പം രണ്ട് ടെക്സ്റ്റിന് രണ്ട് ടൈമിംഗ് കൊടുത്തിട്ട് ഒരേപോലെ വരണോ അതോ രണ്ടായിട്ട് വരണോ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി ചെക്ക് ചെയ്യാം. നമുക്ക് ഇതിനകത്തൊരു കളർ ചേഞ്ച് കൊടുക്കാം. ഓക്കെ, ഈ കളറിന് നമുക്ക് ലെറ്റർ ബൈ ലെറ്റർ കൊടുക്കാം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി. ഇത് കളർ മാറി വരുന്നതുണ്ടോ. അതിൻ്റെ നമുക്ക് ഈ ടൈം ഇച്ചിരി സ്ലോ ആക്കാം. അപ്പം പെട്ടെന്ന് കളർ ചേഞ്ച് ആകത്തില്ല. അതൊക്കെ ഇങ്ങനെ കളർ ടെക്സ്ചർ മാറി വരും. നമുക്ക് പ്രിവ്യൂ കൊടുത്താൽ അത് പിന്നെയും കാണാൻ പറ്റും. ഓക്കെ, ഓരോ പേജിനും എങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് അത് എങ്ങനെ വരണം. ഫസ്റ്റിൽ ദി എൻഡ് എന്നുള്ളത് വരണോ അതോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് എന്നുള്ളത് വരണോ. അതിൻ്റെ ടൈമിങ് മാറ്റാൻ പറ്റും. നമ്മളിത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അടുത്ത ഒരു പേജിലേക്ക് പോയിട്ട് ആ ടെക്സ്റ്റിന് നമുക്ക് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യാം. നമുക്ക് ഈ പിക്ചറിന് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ജങ്ക് ഫുഡിൻ്റെ പിക്ചറിന് പിക്ചർ വന്നിട്ട് ടെക്സ്റ്റ് ലാസ്റ്റിൽ വന്നാൽ മതി ക്യാപ്ഷൻ. അപ്പോൾ അതിന് നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാപ്ഷൻ. ഓക്കെ, ഒന്ന് പ്രിവ്യൂ കണ്ട് നോക്കാം എങ്ങനെ വരുമെന്ന്.
നാല് ടൈമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പിക്ചർ വരിക, ഹെഡിങ്, പിക്ചർ, അതിനുശേഷം ക്യാപ്ഷൻസ്. നോക്കാം. ഓക്കെ, നൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോൺ വെജിന്റെ പേജിലേക്ക് പോകാം. ഇപ്പൊ പിക്ചറിന് നമുക്ക് എഫക്ട്സ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിക്ചറിനാണേലും ഈ ടെക്സ്റ്റിനുള്ള അതേപോലെ കുറെ ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ആനിമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു നമ്പർ വരുന്നുണ്ട്, കണ്ടോ? ഫസ്റ്റിൽ ഏതാണ് ഡിസ്പ്ലേ ആവേണ്ടത്, അതിനുശേഷമാണ് അടുത്ത ഡിസ്പ്ലേ ആവേണ്ടത്. അത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു നമ്പർ ആ ടെക്സ്റ്റിന്റെ അല്ലെ പിക്ചറിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഏത് ടൈപ്പിൽ വേണേലും ഇതിങ്ങനെ കറങ്ങി വരുന്നതായിട്ടോ അതിന് ബൗൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ബൗൺസ്, സൂം. നമുക്കത് ഭംഗിയായിട്ട് തോന്നുന്ന, ആൾക്കാർക്ക് കാണുമ്പോൾ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാവാത്ത ടൈപ്പിലുള്ള എഫക്ട്സ് ആഡ് ചെയ്യുക. അതാണ് നമുക്ക് നല്ലത്. നമ്മുടെ ഡിസ്പ്ലേ കാണുമ്പോൾ അവർക്കത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നരുത്. നമ്മൾക്ക് ഈ ഓപ്ഷൻ എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം അപ്ലൈ ചെയ്യണം എന്നില്ല. നമുക്ക് കാണുന്ന ആൾക്കാർക്ക് നമ്മളെല്ലാം ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കണം, എങ്ങനെയുണ്ട്, ഇത് നമുക്ക് കണ്ണിന് ആസ്വാദകരമാണോ എന്നുള്ളത്. അതിനുശേഷമേ ഫൈനലൈസ് ചെയ്യാവൂ. നമുക്ക് നമ്മുടെ ഹെഡിങ് അല്ലേ ഇച്ചിരി ഫസ്റ്റ് പേജും ഒന്ന് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കാം. നമുക്ക് ടെക്സ്ചറിൽ വേണേൽ ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്യാം. ഇപ്പം സബ് ഹെഡിൽ നമ്മൾ ഇങ്ങനെ വേണമെന്നുള്ളതാണ്. നമുക്കിപ്പം സബ് ഹെഡ് ആദ്യം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ ടൈമിംഗ് ഇതാ, നമുക്ക് സ്ലൈഡ് ഷോയിലാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും എങ്ങനെയാണ് സ്ലൈഡ് ഷോ വരുന്നതെന്ന്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് ക്ലിക്കിലാണ് ഇപ്പോൾ നമുക്ക് സ്ലൈഡ് ഷോ മാറുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇപ്പം ടൈം സെറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ടൈം അനുസരിച്ച് തന്നെ വരും. ഇപ്പം ഞാൻ പ്രിവ്യൂവിൻ്റെ ഇത് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഏത് ഡിസ്പ്ലേ വരണം. ഇപ്പൊ സബ് ക്യാപ്ഷൻ വന്നിട്ട് മെയിൻ ഹെഡിങ് വന്നു, കണ്ടോ? അവിടെ ടൈം എഴുതി കാണിച്ചേക്കുന്നത്. ഒന്നാമത് അത് വരും, രണ്ടാമത് ഇത് വരും. ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 1, 2 എന്നുള്ള നമ്പർ മാറിക്കഴിഞ്ഞു. അപ്പം ഹെഡിങ് വന്നിട്ട് സബ് ഹെഡ് വരും. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അതിനകത്ത് പിന്നെന്താ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഇപ്പം ട്രാൻസിഷനകത്തുണ്ട്. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോ പ്രാവശ്യം. പിന്നെ നമുക്ക് ഇവിടെ സൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിസ്പ്ലേ മാറുമ്പോഴും സൗണ്ട് വരും. അതുപോലെ ഇവിടെ നമുക്ക് ടിക്ക് ഓൺ ആണെങ്കിൽ ഈ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഡിസ്പ്ലേ വരുന്ന ഓപ്ഷൻ ഉണ്ട്. അല്ല നമുക്കൊരു 10 സെക്കൻഡ് കഴിയുമ്പോൾ അല്ലെ 5 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത സ്ലൈഡ് വരണമെന്നാണെങ്കിൽ അതിന് നമുക്ക് ടൈം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈം സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അത് ഒറ്റ സ്ലൈഡിലേക്കുള്ള ടൈമാണ് സെറ്റ് ചെയ്തത്. അത് എല്ലാത്തിലും അതേപോലെ വരണമെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് അനിമേഷനിൽ അപ്ലൈ ടു ഓൾ എന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അപ്ലൈ ടു ഓൾ ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. അപ്ലൈ ടു ഓൾ കൊടുത്താലേ നമുക്ക് എല്ലാ വിൻഡോയിലോട്ടും അത് അപ്ലൈ ടു ഓൾ, എങ്കിലേ എല്ലാ വിൻഡോയിലും അത് അഫക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ സ്ലൈഡ് ഷോ ഓപ്ഷനിലോട്ട് പോയിട്ട് സ്ലൈഡ് ഷോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം വെച്ചിട്ട് എല്ലാം ചേഞ്ച് ആയിക്കോളും. ഓട്ടോമാറ്റിക് സ്ലൈഡ് ഷോ നടന്നോളും. നമ്മൾ സ്മൂത്ത് ആയിട്ട് പ്ലേ ഫ്രം ദ ബിഗിനിങ്. അപ്പം ആദ്യമായിട്ടുള്ള ഓരോ സ്ലൈഡ് പ്ലേ ആവും. നമ്മൾ കൊടുത്തേക്കുന്ന ടൈം അനുസരിച്ചാണ് ഇപ്പോൾ പ്ലേ ആവുന്നത്. നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് നമ്മൾ കാണികൾക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. വളരെ ഭംഗിയായിട്ട്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എടുത്ത് നമുക്കൊരു വീഡിയോ ആക്കി വെക്കണമെങ്കിൽ നമുക്ക് അതും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഓപ്ഷനിൽ ക്രിയേറ്റ് വീഡിയോ ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് നമുക്കൊരു MP4 ഫോർമാറ്റിലോ എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ആയിട്ട് മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുകയോ വീഡിയോ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുകയോ ചെയ്യാം. എന്തായാലും ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്ന് പുതിയതായിട്ടൊരു ബാർ വന്നേയുണ്ട്. ആ ബാറിൽ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. വൈറ്റ് കളറിൽ ഇപ്പോൾ വരും. സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഔട്ട്പുട്ടായിട്ട് നമുക്കിങ്ങനെ കിട്ടും. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോന്നും ട്രാൻസിഷൻ കൊടുത്ത് ടെക്സ്റ്റിന് നമ്മൾ ആനിമേഷൻ കൊടുത്ത് ഞാൻ ഓരോ ഈ പേജിലും ചെയ്ത് കാണിക്കാൻ കൂടുതൽ സമയം പോകുമല്ലോ എന്ന് വെച്ചാണ്. എന്നാലും മെയിൻ പേജുകളിലൊക്കെ ചെയ്ത് കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. പ്രസന്റേഷനോടൊപ്പം ഒരു ഓഡിയോ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഓഡിയോയിൽ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ്.
ആ ഓഡിയോ എടുത്തതിന് ശേഷം ഒരു എംബ്ലം നമുക്ക് കിട്ടും. ആ ഐക്കൺ താഴോട്ട് മാറ്റി വെച്ച് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്ലേ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റേഷനോടൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോയും പ്ലേ ആകുന്നതാണ്. ഓക്കെ, ഇത്രയും സമയം ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് പ്രസൻറ്റേഷൻ. താങ്ക് യു വെരി മച്ച്.